നിങ്ങളെല്ലാവരും അത് വാങ്ങി. പ്രണയ ഹെൽമറ്റ് എന്നാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. എന്തായാലും ടൈറ്റിൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ പോകുന്നുണ്ടല്ലേ. പ്രണയ പകകൾ പോകുന്നുണ്ട്. പ്രണയത്തിൻ്റെ ഏറ്റവും സുന്ദരമായ അവസ്ഥ, അതിൻ്റെ മുകളിലും വിജയമാഷ് പറഞ്ഞു വെച്ചതുപോലെ അവിടെയും നമുക്കൊരു ഭീതി ഉണ്ടാവുന്നുണ്ടോ ഈ കാലഘട്ടത്ത് എന്നൊക്കെ നമുക്ക് ഈ ടൈറ്റിലിൽ തോന്നുന്നുണ്ട്. മനോജ് മാഷ് എന്തൊക്കെയാണ് എഴുതിയത് എന്നുള്ളത് നമുക്ക് വായിച്ചാൽ മാത്രമേ അറിയൂ. എങ്കിലും 6ാമത്തെ പുസ്തകമാണ്, ഞാനത് പറയുമായിരുന്നു. 6ഉം 60ഉം 600ഉമായിട്ട് അക്ഷരങ്ങൾ ശബ്ദിക്കട്ടെ. നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ഏറ്റവും ശക്തമായത് അക്ഷരങ്ങളുടെ ജ്വാല തന്നെയാണ്. അഗ്നിയാണ് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നത്. ഒരിക്കലും അശുദ്ധി പടരാത്തത്, അശുദ്ധമാവാത്തത് അഗ്നിയാണ്. ആ അഗ്നി കൊണ്ട് വേണം നമുക്കെല്ലാത്തിനെയും ശുദ്ധീകരിക്കാൻ. അത് അറിവിൻ്റെ അഗ്നി കൊണ്ടാകുമ്പോൾ അത് നന്മയുടെ ഇടത്തേക്കാവും, നേരിൻ്റെ ഇടത്തേക്കാവും, സത്യത്തിൻ്റെ ഇടത്തേക്കാവും. നമുക്കത് ഭീതിയെ അകറ്റാനുള്ളതാവും. ഈ ലോകത്ത് ഭീതിയെ അകറ്റാൻ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സാമൂഹ്യ അശാന്തി, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആകുലത, ഇതെല്ലാം അകറ്റാൻ നേരിൻ്റെ അറിവിലൂടെ മാത്രമേ കഴിയൂ എന്ന് ഒരുപാട് ഗുരുസ്ഥാനിയാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് കേരളത്തിൽ നിന്നാണ്, നമ്മുടേതാണ് എന്ന് നമുക്ക് ഊറ്റം കൊള്ളാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും നല്ല കവി നമ്മളുടെ ശ്രീനാരായണ ഗുരുവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാവുക. തീർച്ചയായിട്ടും ലൈബ്രറി കൗൺസിൽ എന്തിന്, എങ്ങനെ, വായന എന്തിന് എന്നുള്ളത് വിജയമാഷ് വളരെ പ്രകടമായി അല്ലെങ്കിൽ വളരെ ശക്തിമത്തായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഗുരു പറഞ്ഞത് അത് തന്നെയാണ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. എങ്ങനെയാണ് വിദ്യ നേടാൻ പറ്റുക? എങ്ങനെയാണ് വിദ്യ നേടാൻ പറ്റുക? വായന കൊണ്ടാണ് വിദ്യ നേടാൻ പറ്റുക. വിദ്യാഭ്യാസത്തെ പോലും തിരുത്തേണ്ടുന്ന, വിദ്യാഭ്യാസ നയങ്ങളെയും രീതികളെയും വിമർശിക്കേണ്ടുന്ന, അത് ശരിയല്ല എന്ന് ഉറക്കെ പറയേണ്ടുന്ന, ശരിയല്ലാത്ത രീതികളെ ശരിയായ വഴിയിലേക്ക് നയിക്കേണ്ടുന്ന ഒക്കെ ഒരു കാലഘട്ടമാണിത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് ബാലസംഘത്തിൻ്റെ വേനൽ തുമ്പികൾ പറന്നിറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും വേനൽ തുമ്പി കലാജാഥ നടക്കുകയാണ്. എന്താണ് ബാലസംഘം നമ്മളോട് പറയുന്നത്? ഞാനൊരു ബാലസംഘം കൂട്ടുകാരിയായി വളർന്നു വന്ന ആളായതുകൊണ്ട് തീർച്ചയായിട്ടും അതായിരിക്കാം അതിങ്ങനെ വലിയ അടുപ്പം സൃഷ്ടിക്കുന്നത്. 35 വർഷമായി കേരളത്തിൽ വേനൽ തുമ്പി കലാജാഥ തുടങ്ങിയിട്ട്. 35 വർഷം മുമ്പ് ബാലസംഘം കേരളത്തിൽ വേനൽ തുമ്പി കലാജാഥ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ വേനൽ തുമ്പിയാണ് ഞാൻ. നമ്മളുടെ കേരളത്തിൽ കുട്ടികളോട് എന്തുകൊണ്ട് എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞ സംഘടനയാണ് ബാലസംഘം. ബാലസംഘം എന്തിന് എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ എന്തുകൊണ്ട് എന്ന് 3 എന്തുകൊണ്ടാണ് അതിൻ്റെ കവർ പേജിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുക, ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിക്കണമെങ്കിൽ അത് അറിയുക എന്നുള്ള അടിസ്ഥാനപരമായ കാര്യമുണ്ട്. ബാലസംഘം ഗുരു പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്, പഠിച്ചു ഞങ്ങൾ നല്ലവരാകും, ജയിച്ചു നമ്മൾ മുന്നേറും, പടുത്തുയർത്തും ഭാരത മണ്ണിൽ സമത്വ സുന്ദര നവലോകം. ഒരുപക്ഷെ ബാലസംഘത്തിൻ്റെ ആവിർഭാവ കാലത്ത് ഈ ഒരു 4 വരികൾ ഇത്രമാത്രം പ്രസക്തമായിരുന്നോ എന്നുള്ളതാണ് നമുക്ക് ചോദ്യം. പഠിച്ചു ഞങ്ങൾ നല്ലവരാകും, ജയിച്ചു ഞങ്ങൾ മുന്നേറും, പടുത്തുയർത്തും ഭാരത മണ്ണിൽ സമത്വ സുന്ദര നവലോകം. ഈ ഭീതി, ഇവിടെ പറയുന്ന ഭീതി, ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഭീതി എങ്ങോട്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ്.
ഫാസിസത്തിലേക്കാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഫാസിസം പരിപൂർണമായിട്ട് നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളിടത്താണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത്. നമുക്ക് ഒത്തുകൂടാൻ കഴിയുന്നത്, നമുക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്, നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുന്നത് എന്തുകണ്ട് എന്ന് ഉറപ്പില്ലാതെ എങ്കിലും, ഇന്ന് ചോദിക്കാൻ പലർക്കും ഉറപ്പില്ല, ഭയമാണ്. എന്തുകൊണ്ട് എന്ന് മുഖത്ത് നോക്കി ചൂണ്ടുവിരൽ ഉയർത്തി ചോദിച്ചു പോയാൽ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കൂടുതലായി നമ്മൾ അടുത്ത് നിന്ന് ജീവിക്കേണ്ടുന്ന അവസ്ഥയുണ്ട്. കാരണം വളരെ വ്യക്തമായിട്ട് ഫാസിസം അതിൻ്റെ അധികാര ഇടങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് വിജയമാഷ് അവസാനം പറഞ്ഞു നിന്ന എഴുത്തുകാരെ ഇല്ലാതാക്കൽ, ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കൽ, നേര് പറയുന്നവരുടെ നാവരിയുന്നത്, അക്ഷരങ്ങളുടെ പേനയുടെ നിബ് കുത്തി പൊട്ടിക്കുന്നത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. പക്ഷേ ആ ഭയം എഴുത്തുകാർക്കും കലാകാരന്മാർക്കും സാഹിത്യകാർക്കും മാത്രമല്ല എന്ന് മാഷ് പറഞ്ഞത് ഏറ്റവും പ്രധാനമാണ്. എന്തിനാണ് പ്രതിനിധീകരിച്ച് അവരെ ഇല്ലാതാക്കുകയാണ്? ഉറക്കെ പറയുന്ന നാവിനെ, ഉറക്കെ കേൾക്കുന്ന ശബ്ദത്തെ ഒന്നിനെ ഇല്ലാതാക്കിയാൽ മിണ്ടരുത് എന്ന ആയിരങ്ങളോടുള്ള അനുശാസനമാണത്. ഏറ്റവും ശക്തമായി ധൈര്യമായി ഉറക്കെ പറയുന്ന ആധികാരിക ഇടങ്ങളെ ഇല്ലാതാക്കുമ്പോൾ മിണ്ടരുത്, മിണ്ടാൻ പഠിപ്പിക്കരുത് എന്നുള്ള അനുശാസനമാണിത്. അതിനെതിരെയാണ് ലൈബ്രറി കൗൺസിൽ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. മിണ്ടാൻ പഠിക്കണം, മിണ്ടാൻ തയ്യാറാവണം, മിണ്ടാനുള്ള ധൈര്യത്തിലേക്ക് എത്തണം, അരുതുകളോട് അരുത് എന്ന് പറയാനുള്ള ശക്തിയിലേക്ക് എത്തണം, അരുതുകളോട് എന്ന് പറയാനുള്ള ശരിയായ നിലപാടിലേക്ക് നമ്മൾ എത്തണം. ആ നിലപാട് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഈ അക്ഷരജ്വാല എന്ന് പറഞ്ഞുകൊണ്ട് തീക്ഷ്ണമായിട്ടൊന്ന് കത്തിപ്പടരാൻ വെമ്പുന്ന രീതിയിലേക്ക് ആർജവം ഏറ്റെടുക്കാൻ ഓടി വരുന്ന ഈ മുറ്റത്ത് നമ്മൾ അണിനിരക്കുമ്പോൾ ആ ധൈര്യത്തെ, ആ ഒരു ഊർജത്തെ വല്ലാതെ കെടുത്തുന്ന ഒരു പ്ലോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നലെ ഉണ്ടായിരിക്കുന്ന ഭീകരാക്രമണം കേരളത്തിൽ നിന്നുൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, കേരളത്തിലെ ഈ കൊടും ചൂടിൽ നിന്നൊക്കെ ആശ്വാസമായിക്കൊണ്ട് കാശ്മീരിലേക്ക്, ഇന്ത്യയുടെ മട്ടുപ്പാവ് പോലെ നിൽക്കുന്ന ഏറ്റവും സുന്ദരമായ, ഏറ്റവും കുളിർമയുള്ള ആ നാട്ടിലേക്ക്, എൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും സ്വർഗതുല്യമായ ഇടത്തേക്ക് ഞാനിതാ പോകുന്നു, ഞാനവിടെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ, നമ്മളുടെ MLA-മാർ 3-4 പേര് ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ട് പോയിരിക്കുന്ന സമയമാണ്. അവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷെ അപ്രതീക്ഷിതമായി ആൾക്കൂട്ടത്തിൽ ഓടി കയറി വന്ന് തെരഞ്ഞു പിടിച്ച്, കൂട്ടത്തിൽ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊന്നുകളഞ്ഞിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലത്തെ ഭീകരാക്രമണത്തിൻ്റെ ഒരു സ്വഭാവം. അത് ഇതുവരെ ഒരുപക്ഷെ നമ്മൾ കണ്ട ഭീകരാക്രമണത്തിനേക്കാൾ കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. യുവമിഥുനങ്ങളിൽ ഒന്നിനെ ഇല്ലാതാക്കുകയാണ്. കെട്ടിപ്പിടിച്ച് കൈകോർത്ത് ഉല്ലസിച്ച് നടന്നിരിക്കുന്ന യുവമിഥുനങ്ങളിൽ ഒന്നിനെ കൊന്നുകളഞ്ഞിരിക്കുകയാണ്. 2 അല്ല. അങ്ങനെയാണ് 2 വെടിവെച്ച് കൊല്ലണ്ടേ? സമൂഹത്തിൽ ആരോടോ തീർക്കുന്ന പകയാണെങ്കിൽ, വർഗീയതയുടെ അടിസ്ഥാനത്തിൽ തീർക്കുന്ന, വർഗീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണെങ്കിൽ, എൻ്റെ മതം, എൻ്റെ ജാതി, എൻ്റെ എന്ന് പറയുന്ന ഫാസിസ്റ്റ് ചിന്താഗതിയിലൂടെയാണെങ്കിൽ മുമ്പിൽ കാണുന്നതിനെ എല്ലാം ഒന്ന് വെക്കാതെ പെട്ടാന്ന് അടിച്ചു കളയണ്ടേ? പക്ഷെ അതിനേക്കാൾ ഹൃദയഭേദകമായി ഈ രാജ്യത്തെ നുറുക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. കൈകോർത്ത് ചേർന്ന് തൊട്ടുരുമി നടന്ന ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന എല്ലാ സ്വപ്നങ്ങളിലുമുള്ള ദമ്പതികളിൽ ഒരാളെ കൊന്നിട്ട് മറ്റേയാളോട് പറയുകയാണ്, നിന്നെ ഞാൻ കൊല്ലില്ല, നിന്നെ ഞങ്ങൾ കൊല്ലില്ല, പകരം നീ പോയി പറയൂ, നിങ്ങളിൽ ഒന്നിനെ കൊന്നു എന്ന് പറയൂ. ഇതാരോട് പറയുന്നു എന്നുള്ളതാണ്. മതമാണ് കൊല്ലുന്നത് എന്ന് ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്നു. എല്ലാവരുടെയും പോസ്റ്റുകൾ മതമാണ് കൊല്ലുന്നത്, വർഗീയതയാണ് കാരണം, വർഗീയത പോയി തുലയട്ടെ എന്ന് നമ്മൾ എന്നും പറയുന്നുണ്ട്. പക്ഷേ
ഇതെല്ലാം പറയുമ്പോഴും ഇതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ പറയണം, നമ്മൾക്കൊരു വാക്കേ പറയാനുള്ളൂ: മനുഷ്യനാണ് മനുഷ്യനെ കൊല്ലുന്നത്.